സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻക്യുബേറ്റർ കൺട്രോളറാണ്. XM80 മോഡലിൽ പല വേരിയൻ്റ് ഉണ്ട്. അതിൽ XM80D ആണ് ഈ കൺട്രോളർ. അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു കൺട്രോളറാണ്. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ ഒന്ന് മനസ്സിലാവും. ഇത്രത്തോളം സൈസ് വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം കാണാൻ നല്ല ലുക്കാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഈ പാക്കിംഗ് ഒന്ന് എടുത്തിട്ട് കാണിക്കാം. ബാക്ക് വാഷ് എല്ലാം ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു കൺട്രോളറാണിത്. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ പുറകിൽ തന്നെ ഉണ്ട്. ലൈറ്റ്, ഫാനിന് സെപ്പറേറ്റ് കണക്ഷൻ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം. കൺട്രോളർ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐസൊലേറ്റർ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും സെപ്പറേറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. കൺട്രോളർ നല്ല ലുക്കാണ്, നല്ല സെറ്റപ്പ് വർക്കിങ്ങുമാണ്. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ ഇവിടെ കറണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കുമ്പോഴോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ലൈറ്റ് ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ ഫാനോ കാര്യങ്ങളോ വർക്ക് ചെയ്യരുത്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടം വരുത്തി വെക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിന് കൊടുക്കാനുള്ള കാരണം. ഈ മോഡലിലുള്ള ഇൻക്യുബേറ്ററിൻ്റെ എന്ത് തരം സ്പെയറുകൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിലും, ഏത് തരം കൺട്രോളർ ആയിക്കോട്ടെ, മോട്ടർ ആയിക്കോട്ടെ, ഹീറ്ററുകളായിക്കോട്ടെ, അതെല്ലാം നമ്മളെടുത്ത് ലഭ്യമാണ്. താഴെ ഞാൻ നമ്പർ കൊടുക്കുക, അതിൽ ബന്ധപ്പെടുക. ഈ കൺട്രോളറിന്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും വിവരിക്കുന്ന വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. XM80നെ കുറിച്ച് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.